പ്രിയപ്പെട്ടവരെ, അൽ ഹംറു ഉമ്മുൽ ഖബായിസ് എന്നുള്ള പാഠമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാഠഭാഗങ്ങൾ നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് ഹർഫുകൾ നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഈ അക്ഷരങ്ങൾ എന്താണ് എന്നുള്ളതും അത് എവിടെയാണ് വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ജസ്റ്റ് പറഞ്ഞു അല്ലേ? ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇന്ന വഅഖവാതുഹ എന്നാണ് ഇതിന് പറയാന്നുള്ളതും നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? അപ്പോൾ അവ എവിടെയാണ് വരിക എന്നുള്ളതും അതുപോലെ തന്നെ അവ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കില്ലേ? മുബ്തയുടെയും ഖബറിൻ്റെയും മുന്നിലായിട്ടാണ് ഇവകൾ വരിക അല്ലേ? മുബ്തൻ്റെ ഖബറിൻ്റെ മുന്നിൽ വരും. അങ്ങനെ മുബ്തൻ്റെ ഖബറിൻ്റെ മുന്നിൽ വന്നാൽ മുബ്തദ, അതായത് ഇന്നൻ്റെ ഇസ്മ് അല്ലേ, ഇന്നൻ്റെ ഇസ്മിനിക്ക് നസ്ബും ഇന്നൻ്റെ ഖബറിനിക്ക് റഫ്ഉം ചെയ്യുമെന്നുള്ളത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് അതിലുള്ള ആക്ടിവിറ്റിയുടെ ഭാഗത്ത് ഉള്ള ഉദാഹരണങ്ങൾ കൂടി നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ശരിക്കും വ്യക്തമാകട്ടോ. വളരെ ഈസിയായ ഒരു പാഠമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മുബ്തദയും ഖബറും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മുബ്തദയും ഖബർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അൽ ഇസ്മുൽ മൻസൂബു വൽ ഖബറുൽ മർഫൂ. ആ മുബ്തദയും ഖബറും അതിൻ്റെ മുന്നിൽ ഈ അക്ഷരങ്ങൾ വന്നപ്പോൾ നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മും അതുപോലെ തന്നെ റഫ് ചെയ്യപ്പെട്ട ഖബറുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. അല്ലാഹു ഗഫൂറുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊറുക്കുന്നവനാകുന്നു. അൽ ഇൽമു നൂറുൻ, ഇൽമ് പ്രകാശമാകുന്നു. അറിവ് പറഞ്ഞാൽ പ്രകാശമാകുന്നു. മുഹമ്മദുർ റസൂലുല്ലാഹി, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. അൽ കിതാബു ഉസ്താദുൻ, കിതാബ് ഉസ്താദാകുന്നു. കിതാബ് ഉസ്താദാകുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണെന്നുള്ളതല്ല. എന്താണ്, ഒരുപാട് കാര്യങ്ങൾ, പുസ്തകങ്ങളൊക്കെ ഒരുപാട് കാര്യം നമുക്ക് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അൽ മത്തറു കസീറുൻ, മഴ കൂടുതലാകുന്നു. അശ്ശബാബു ആയിദുൻ, യുവത്വം മടങ്ങുന്നതാകുന്നു. യുവത്വം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം ഉണ്ടല്ലോ, അത് മടങ്ങി വരും. അത് വരുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും ഉദാഹരണത്തിന് വേണ്ടി പറയാം കേട്ടോ. അൽ വാലിദു ഖാദിമുൻ മിൻ ദുബൈ, പിതാവ് ദുബൈയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വരുന്നതാണ്. അപ്പോൾ പിതാവ് ദുബൈയിൽ നിന്ന് വരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല എന്നുള്ള അക്ഷരങ്ങളൊക്കെ വരുമ്പം അർത്ഥത്തിൽ എന്ത് മാറ്റം വരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് ഇഅ്റാബിൽ എന്ത് മാറ്റം വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അല്ലാഹു ഗഫൂറുൻ എന്നതിൻ്റെ മുന്നിലായിട്ട്, അല്ലാഹു ഗഫൂറുൻ എന്നതിൻ്റെ മുന്നിലായിട്ട് എന്ത് വരുന്നു, അല്ലാഹു ഗഫൂറുൻ എന്നതിൻ്റെ മുന്നിലായിട്ട് ഇന്ന കടന്നു വരുന്നു. അപ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ എന്നാവും. അപ്പോൾ ഇവിടെ അള്ളാഹു എന്നുണ്ടായിരുന്നത് അതിന് ഇവിടെ എത്തുമ്പോൾ ഇന്നല്ലാഹ എന്നാവും കേട്ടോ. അപ്പോൾ ഇന്ന വന്നാൽ ഇന്ന ഇസ്മിന് നസ്ബയും ഇന്നല്ലാഹ ഗഫൂറുൻ, തീർച്ചയായും എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരിക കേട്ടോ. തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനാകുന്നു. ഇനി രണ്ടാമത്തെ നോക്കിയാൽ അൽ ഇൽമു നൂറുൻ, അൽ ഇൽമു നൂറുൻ, ഇൽമ എന്താണ്, പ്രകാശമാകുന്നു. അപ്പോൾ ഇന്നൽ ഇൽമ നൂറുൻ എന്നാണ്. ഇന്നൽ ഇൽമ നൂറുൻ, അവിടെയും തീർച്ചയായും എന്നുള്ള അർത്ഥം തന്നെ ഉണ്ടാവുക. തീർച്ചയായിട്ടും എന്താണ്, ഇൽമ് പ്രകാശമാകുന്നു. അപ്പോൾ ഇന്ന വന്നതുകൊണ്ട് ഇവിടെ ഇൽമ എന്നായിട്ടോ, ഇൽമ നൂറുൻ. ഇവിടെ ഇൽമു എന്നുണ്ടായിരുന്നത് അത് ഇൽമ എന്നായി. ഇന്നൽ ഇൽമ നൂറുൻ. പിന്നെ മുഹമ്മദുർ റസൂലുല്ലാഹി, മുഹമ്മദുർ റസൂലുല്ലാഹി, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. മുഹമ്മദുൻ എന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, ഇവിടെ അന്ന വന്ന സമയത്ത് മുഹമ്മദൻ എന്നായി. മുഹമ്മദൻ, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. അപ്പോൾ ഇവിടെ അന്ന വന്നാലും തീർച്ചയായും എന്നുള്ള അർത്ഥം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന, അന്ന എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. ഇന്ന എവിടെ വരിക, അന്ന എവിടെ വരിക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണമെന്നില്ല, ഈ രൂപത്തിൽ പഠിച്ചാൽ മതി. പിന്നെ അൽ കിതാബു ഉസ്താദുൻ, അൽ കിതാബു ഉസ്താദുൻ, അൽ കിതാബു എന്നുണ്ടായിരുന്നത് കേട്ടോ. അൽ കിതാബു ഉസ്താദുൻ, കിതാബ് എന്താണ്, ഉസ്താദാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ്, അതിൽ അന്നയാണ് വരിക. അന്നൽ കിതാബ ഉസ്താദുൻ, അതായത് ഇവിടെ അർത്ഥം ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അന്നൽ കിതാബ ഉസ്താദുൻ, കിതാബ് ഉസ്താദിനെ പോലെയുണ്ട്. അല്ലെങ്കിൽ കിതാബ് ഉസ്താദാണ് പറഞ്ഞാൽ അതിൽ ചെറിയ നമുക്ക് സംശയമില്ല. കിതാബ് പറഞ്ഞ ഉസ്താദ, അങ്ങനെ
അപ്പോൾ അതിനാണ് അന്നൽ കിതാബ് ഉസ്താദുൻ, കിതാബ് ഉസ്താദിനെ പോലെ ഉണ്ട്, അല്ലെങ്കിൽ കിതാബ് ഉസ്താദായ പോലെ ഉണ്ട് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ആയ പോലെ ഉണ്ട് എന്നുള്ള അർത്ഥമൊക്കെയാണ് അന്ന എന്നുള്ള ആ കാര്യം വരിക. അപ്പം പിന്നെ അപ്പോൾ എന്തും അന്ന വന്നാൽ പിന്നെ അവിടെ എന്തുണ്ടാവും, കിതാബ എന്നുള്ള ഈ ഒരു ഭാഗം കിതാബ എന്നാവും. ഇതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ അൽ മത്തറു കസീറുൻ, അൽ മത്തറു കസീറുൻ, അൽ മത്തറു കസീറുൻ, മഴ കൂടുതലുണ്ട്. എന്നാൽ അൽ മത്തറു കസീറുൻ ലാക്കിന്നൽ മാ ഖലീലുൻ, അൽ മത്തറു കസീറുൻ മഴ കൂടുതലുണ്ട്, ലാക്കിന്നൽ മാ കസീറുൻ, ലാക്കിന്നൽ മാ ഖലീലുൻ കേട്ടോ, ലാക്കിന്നൽ മാ ഖലീലുൻ. ഇവിടെയൊക്കെ വേറെ വിഷയം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റുൻ എന്നുണ്ട്, ഇവിടെ റുൻ ഉണ്ട്, ഇവിടെ റസൂലു ഉസ്താദുൻ അതും കൂടി കൂട്ടത്തിലുള്ള തന്നെയാണ്. പക്ഷെ അത് ഇവിടെ അതേ രൂപത്തിലായതുകൊണ്ട് വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നത്. അപ്പോൾ ഇവിടെ നസ്ബ് വേണം, ഇവിടെ റഫ് വേണം, ഇവിടെ നസ്ബ് ഇവിടെ റഫ് ഈ രൂപത്തിൽ വേണം കേട്ടോ. ഇസ്മിന് നസ്ബും ഖബറിന് റഫും ചെയ്യും കേട്ടോ, രണ്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ എന്താ കസീറുൻ അൽ മത്തറു കസീറുൻ ലാക്കിന്നൽ മാ, ഇത് ഇവിടുത്തെ അതേ ഭാഗത്തിൻ്റെ ഇവിടെ വന്നത് ലാക്കിന്നെ വന്നത് ഈ ഒരു അൽ മത്തറു കസീറുൻ എന്നതിൻ്റെ മുന്നിലല്ല, വേറെ കാര്യത്തിൻ്റെ മുന്നിലാണ്. ലാക്കിന്നൽ മാ ഇവിടെ മാ എന്നുണ്ട്, ഇവിടെ ഖലീലുൻ എന്നുണ്ട് കേട്ടോ. ലാക്കിന്നൽ മാ ഖലീലുൻ, അതായത് മഴ അധികമുണ്ട് പക്ഷേ വെള്ളം കുറവാണെന്നാണ്. മഴയൊക്കെ ഒരുപാട് പെയ്തിട്ടുണ്ട് പക്ഷേ വെള്ളം കുറവാണ്, അല്ലെ മഴയൊക്കെ ഒരുപാട് പെയ്തിട്ടുണ്ട് എങ്കിലും വെള്ളം കുറവാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ അന്നൻ്റെ അർത്ഥം ആയതുപോലെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ. ആയതുപോലെ ഉണ്ട്, പോലെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ലാക്കിന്നൊക്കെ പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ എങ്കിലും പക്ഷേ എന്നൊക്കെ അറിയില്ല, എങ്കിലും പക്ഷേ എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിനാണ് കേട്ടോ. പിന്നെ അടുത്തത് അശ്ശബാബു ആയിദുൻ, അശ്ശബാബു ആയിദുൻ യുവത്വം മടങ്ങി വരുന്നു, യുവത്വം മടങ്ങി വരുന്നതാകുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ ലൈത്ത എന്ന് വന്ന ലൈത്ത ശബാബ ആയിദുൻ. അപ്പോൾ എന്തൊക്കെ വ്യത്യാസം വന്നു, ലൈത്ത ശബാബ എന്ന് വന്നു, ആയിദുൻ എന്ന് വന്നു കേട്ടോ. ലൈത്ത ശബാബ ആയിദുൻ യുവത്വം മടങ്ങി വന്നിരുന്നെങ്കിൽ, മടങ്ങി വന്നിരുന്നെങ്കിൽ. അപ്പോൾ മടങ്ങി വരാത്തൊരു സാധനമാണ് യുവത്വം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ പറയല്ലോ, എനിക്ക് ആകാശത്തിലൂടെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ലൈത്ത എന്നുള്ളത് കേട്ടോ, ലൈത്ത. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ അർത്ഥം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാരണം അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇത്തരം കാര്യങ്ങൾ പൂരിപ്പിക്കണോടത്ത് നമുക്ക് ജസ്റ്റ് അർത്ഥം കൂടി അറിയേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അർത്ഥം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം അർത്ഥത്തെ പരിഗണിച്ച് ഇത് പൂരിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അർത്ഥം കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അൽ വാലിദു ഖദീമും മിൻ ദുബൈ, അൽ വാലിദു പിതാവ് ദുബായിൽ നിന്ന് വരുന്നതാണ്, വരുന്നു അല്ലെങ്കിൽ വരുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. ലഅല്ലൽ വാലിദ ഖാദിമും മിൻ ദുബൈ, പിതാവ് വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വന്നിരുന്നെങ്കിൽ വരുന്നതാണ്. വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയില്ലേ, വരാനും മതി, വന്നിട്ടുണ്ടാവും, ലഅല്ല വന്നിട്ടുണ്ടാവും, ആയേക്കാം എന്നുള്ളൊരർത്ഥം ഉണ്ടാവുക, വന്നിട്ടുണ്ടാവും, വന്നിരുന്നെങ്കിൽ എന്നല്ല ആയേക്കാം കേട്ടോ, വന്നിട്ടുണ്ടാവാം, വരാനും മതി എന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മൾ വന്നിട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ വരിക്കാരം എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞ അർത്ഥം. ലഅല്ലൽ വാലിദു ഖാദിമും മിൻ ദുബൈ, പിതാവ് വിദേശത്ത് നിന്ന് വന്നേക്കാം. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അൽ വാലിദു എന്നുള്ളത് ഇവിടെ എത്തിയപ്പം വാലിദ എന്നായി. ഖാദിമുൻ അവിടെ ഉള്ളതും ഇവിടെയും ഖാദിമുൻ തന്നെയാണ്, ഖാദിമുൻ എന്നാണ് വേണ്ടത് കേട്ടോ. ഖബറിന് റഫ് ആണ്. അപ്പം ഇന്ന, അന്ന, കന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല എന്നുള്ള സാധനങ്ങൾ അതിൻ്റെ ഇസ്മിനിക്ക് നസ്ബും അതിൻ്റെ ഖബറിനിക്ക് റഫും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ കാണാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതേ ഉദാഹരണങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കും ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പം അറബിയിലാക്കുക എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച് ചേർത്ത് വരാൻ ചോദിക്കാം. അതൊക്കെ ചോദ്യങ്ങൾ പല രൂപത്തിൽ ഈ ഉദാഹരണങ്ങൾ തന്നെയാണ് വരിക, പക്ഷെ പല രൂപത്തിൽ വരുമെന്നർത്ഥം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നുക്കമ്മിലു ബിൽ മുനാസിബ്, യോജിച്ചത് ചേർത്ത് കൊടുക്കാനുള്ള ചോദ്യങ്ങളാണ്. എന്താണോട് പറയണത് നോക്കാം. ഇന്നൽ ഹംറ ഡാഷ്, ഇന്നൽ ഹംറ തീർച്ചയായിട്ടും കള്ള്,
നാഫിയൻ ഉപകാരപ്രദമാണ്, മുദിറുൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, മുഫീദൻ എന്താണ് ഉപകാരപ്രദമായ കാര്യം തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇന്നൽ ഖംറ എന്ന് പറഞ്ഞാൽ ഇന്നൻ്റെ ഇസ്മിന് ഇവിടെ എന്ത് ചെയ്തു, നസ്ബ് ചെയ്തു അല്ലേ. ഇന്നൻ്റെ ഇസ്മിന് ഇവിടെ നസ്ബ് ചെയ്തു. ഇനി ഇന്നൻ്റെ ഖബറാണ് വരേണ്ടത്. ഖബറിന് എന്താ വേണ്ടത്, റഫ് ആണ് വേണ്ടത്. അപ്പോൾ ഇതും ശരിയല്ല ഇതും ശരിയല്ല, നമുക്ക് ഈ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കാരണം ഇവിടെ മാത്രമാണ് റഫ് ഉള്ളത്. അപ്പോൾ മുദിറുൻ എന്നത് ഇങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. മുദിറുൻ എന്നുള്ളത് ശരി. പിന്നെ ഇന്നൽ ഖംറ മുദിറുൻ കള്ള് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അർത്ഥം ശരിയാവുന്നതും അത് തന്നെയാണ്. ഇന്നൽ ഖംറ നാഫിഉൻ എന്ന് പറഞ്ഞാൽ കള്ള് ഉപകാരപ്രദമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അർത്ഥപ്രകാരവും ഇത് ശരിയല്ല. അതുപോലെ തന്നെ ഇവിടെ ഇതായതുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെയും നസ്ബായതുകൊണ്ട് അത് അങ്ങനെയും ശരിയല്ല. അപ്പോൾ രണ്ട് നിൽക്കും അത് ശരിയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്താ ഉള്ളത്, ഇന്നൽ ഇൽമ ഇഅലം അന്ന ഡാഷ് ഖരീബുൻ. ഇഅലം നീ മനസ്സിലാക്കുക, അന്ന ഡാഷ് ഖരീബുൻ അടുത്തതാണ്, എന്തോ ഒരു കാര്യം നമ്മൾ അടുത്ത് എത്തിയതാണെന്നുള്ളതാണ് പറയണത്. അപ്പോൾ എന്താണ് അൽ മൗത്ത, അൽ മൗത്തു, അൽ മൗത്തി. ഇപ്പം മരണം അടുത്തതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലായിടത്തും മൗത്ത് എന്നുള്ളത് അപ്പോൾ മരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നൽ ഇഅലം അന്നൽ മൗത്ത എന്നല്ല വേണ്ടത്. കാരണം ഈ അന്നൻ്റെ ശേഷം വരുന്ന ഇസ്മിന് എന്താ ഉണ്ടാവുക, നസ്ബ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അന്നൽ മൗത്ത എന്നാണ് വേണ്ടത്. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുകയാണ്. ഇഅലം നീ അറിയുക, അന്നൽ മൗത്ത മരണം വളരെ അടുത്താണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടത് ശരിയായത്, ഇവിടെ ഇലം അന്ന എന്ന് വന്നിട്ടുണ്ട്. അന്നൻ്റെ ശേഷം വരുന്ന ഇസ്മിന് എന്താ വേണ്ടത്, നസ്ബ വേണ്ടത് അല്ലേ. ഖബറിനോട് റഫ് ഓൾറെഡി ഉണ്ട്. അപ്പം ഇനി ഇവിടെ നസ്ബുള്ള സാധനമാണ് വേണ്ടത്. അത് ഇതാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് അൽ ബൈത്തു ജദീദുൻ വീട് പുതിയതാണ്. അൽ ബൈത്തു ജദീദുൻ വീട് പുതിയതാണ്. അൽ അസാസ ഖദീമുൻ അസാസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപകരണങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ ഉണ്ട് കേട്ടോ. വീട് പുതിയതാണ്, ഉപകരണങ്ങൾ പഴയതാണ് കേട്ടോ. അസാസ ഖദീമുനാണ് ഉപകരണങ്ങൾ പഴയതാണ്. അപ്പം അന്ന എന്ന് പറഞ്ഞാൽ ആയതുപോലെയുണ്ട്. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ലാക്കിന്ന പറഞ്ഞാൽ എങ്കിലും. അപ്പം അൽ ബൈത്തു ജദീദുൻ അന്നൽ അസാസ ഖദീമുൻ ഉപകരണങ്ങളൊക്കെ പഴയതുപോലെ ആയതുണ്ടെന്ന് പറഞ്ഞാൽ ഇത് മട്ടല്ല അല്ലേ. അൽ ബൈത്തു ജദീദുൻ ഇന്നൽ അസാസ ഖദീമുൻ പറഞ്ഞാൽ വീട് പുതിയതാണ് തീർച്ചയായും, ഉപകരണങ്ങളൊക്കെ പഴയതാണ് അർത്ഥം ഉണ്ടാവുക. അൽ ബൈത്തു ജദീദുൻ ലാക്കിന്നൽ അസാസ ഖദീം എന്ന് പറഞ്ഞാൽ എന്താ, വീട് പുതിയതാണ് എങ്കിലും പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ പഴയതാണ്. അപ്പോൾ അതാണില്ലേ, അതാണ് ഒരു മട്ടുള്ളത്, ലാക്കിന്ന എന്നുള്ളത്. അപ്പോൾ ലാക്കിന്നൽ അസാസ അതാണ് നമ്മൾ അർത്ഥം കൂടി പഠിക്കണത് പൂർത്തിയാക്കി കൊടുക്കണം കിട്ടും. ലാക്കിന്നൽ അസാസ ഖദീമുൻ എങ്കിലും ഉപകരണങ്ങളൊക്കെ പഴയതാണെന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതുള്ളത് എന്താണ്, അൽ ഖുറത്ത ബുർത്തുഖാലുൻ. അൽ ഖുറത്ത് എന്ന പന്ത്, ബുർത്തുഖാലുൻ എന്താണ്, ബുർത്തുഖാലുൻ ഓറഞ്ച് അല്ലെങ്കിൽ റുമ എന്നൊക്കെ പറയില്ലേ, ഓറഞ്ചിലെ അതുപോലെയാണ്. അപ്പം അത് ഉരുണ്ടതാണെന്നോ അല്ലെങ്കിൽ ഓറഞ്ച് പോലെയാണെന്നൊക്കെ അല്ലേ പറയേണ്ടത്, ഓറഞ്ചാണെന്നല്ലല്ലോ പറയാം. ഖുറത്ത് ഓറഞ്ചാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ, അല്ല, ഓറഞ്ച് പോലെയാണെന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അന്ന തീർച്ചയായും പന്ത് എന്താണ് ഓറഞ്ചാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അല്ലേ. ലൈത്തൽ ഖുറത്ത പുറത്തുക്കാൽ ഖുറത്ത് പന്ത് ഓറഞ്ചായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാലും ഒരു രസമല്ല. അന്നൽ ഖുറത്ത പുറത്തുക്കാലുൻ എന്താണ് അന്ന പോലെയുണ്ട് അല്ലേ. ഖുറത്ത പുറത്തുക്കാലുൻ പന്ത് ഓറഞ്ചിൻ്റെ മാതിരി ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അന്ന എന്നുള്ളതാണ് ശരി കേട്ടോ. നിശ്ചയം ബോൾ ഓറഞ്ച് പോലെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ അന്ന എന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പുസ്തകത്തിൽ ചേർത്ത് കൊടുക്കാനല്ല കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് നിങ്ങളിത് കാര്യം മനസ്സിലാക്കുക. പുസ്തകത്തിൽ ചേർത്ത് കൊടുക്കലൊക്കെ നിങ്ങൾ മദ്രസയിൽ നിന്ന് ഉസ്താദ് പറയുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഇന്ന ഡാഷ് വാജിബത്തുൻ. ഇന്ന തീർച്ചയായിട്ടും വാജിബത്തുൻ നിർബന്ധമാണ്. എന്ത്, അസ്വലാത്തി എന്താണ് നിങ്ങൾ പറഞ്ഞു നോക്കിയാണ്. ഇന്നവിടെ വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇസ്മാണ് വരേണ്ടത്. അപ്പോൾ അതിനെന്താ ഉണ്ടാവുക അല്ലേ. ഇവിടെ വാജിബത്തുൻ എന്നുള്ളത് ഖബറാണ്, അതിനോട് റഫ് ഉണ്ട്. അപ്പം ഇനി എന്താണ് വേണ്ടത്, അതിന് നെസ്ബുള്ളത് വേണം അല്ലേ. നെസ്ബുള്ളത് ഏതാണ്, അസ്വലാത്ത എന്നുള്ളതാണ്. അപ്പോൾ അസ്വലാത്ത എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുന്നത് ഇന്ന സ്വലാത്ത വാജിബത്തുൻ, നിശ്ചയം നിസ്കാരം വാജിബാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു പാഠം, വളരെ ഈസി അല്ലേ, മനസ്സിലായില്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് ഇന്ന അതിൻ്റെ ശേഷം വന്നത് അതിന് ഇസ്മിന് നെസ്ബ് ഉണ്ടാവും,
ഖബറിന് റഫ് ഉണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലേ. ഈ പാഠത്തിലുള്ളത് മനസ്സിലാക്കിയാൽ മതി. പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പം ഇന്നൻ്റെയും മിൻ്റെ ഇസ്മിൻ്റെ ഇടയിലൊക്കെ ചിലപ്പം ചില കാര്യങ്ങൾ കയറി വരും. അല്ല ഇന്നൻ്റെ ഇസ്മിൻ്റെ ഖബറിൻ്റെ ഇടയിൽ വേറെ പദങ്ങളൊക്കെ കയറി വരും. അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. നിങ്ങൾ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമുള്ളത് നഖ്റഉ മിനൽ ഖുർആൻ. നിങ്ങളോട് ഖുർആൻ ഓതാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടോ? ഖുർആൻ എല്ലാവരും ഓതണം കേട്ടോ. എല്ലാ ദിവസവും ഒരു നിശ്ചിത അളവ്, 1 പേജെന്നോ 2 പേജെന്നോ 3 പേജെന്നൊക്കെ ആവാം. ഒരു ജുസുവൊന്നും ഏതായാലും ഓതാൻ പറയുന്നില്ല. എല്ലാ ദിവസവും 1 പേജെങ്കിലും നിങ്ങൾ മദ്രസക്ക് പോകുന്നതിന് മുമ്പ് സുബഹി നിസ്കരിച്ചതിന് ശേഷമായിട്ട് നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിജയങ്ങളുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ അതിന് സമയം കണ്ട് രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. 6:30 മദ്രസ ആണെങ്കിൽ ഒരു 6 മണിക്കോ 5:45 എഴുന്നേറ്റാൽ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ പല്ല് തേച്ച് കുളിച്ചൊക്കെ ചെയ്താൽ വളരെ ഉഷാറായി. ആ നേരത്തൊക്കെ കുളിച്ചാൽ എന്തൊരു ഉന്മേഷമായിരിക്കും അറിയാം. അതൊന്ന് കുളിച്ച് വുളു എടുത്ത് സുബഹി നിസ്കരിച്ച് 1 പേജ് ഖുർആൻ ഓതിയാൽ ആ ദിവസം നിങ്ങൾക്ക് ധന്യമാവും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് വളരെ സന്തോഷം അറിയിക്കുന്നു. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സുബഹിൻ്റെ മുമ്പൊക്കെ എണീറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കുട്ടികളായതുകൊണ്ട് നിങ്ങളോട് നിർബന്ധം പറയുന്നില്ല. ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. എന്നാലും എന്ത് ചെയ്യണം? ഈ ഖിറാഅത്ത് നിങ്ങൾ എല്ലാ ദിവസവും മദ്രസക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിന് സമയം നിങ്ങൾ കണ്ടെത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താ പറയണത്? നഖ്റഉ മിനൽ ഖുർആനിൽ കരീം. ഖുർആനിൽ കരീം എന്ന് നിങ്ങൾ ഓതി നോക്കുക. എന്ത്? സൂറത്തുൽ മുജാദല എന്ന് പറഞ്ഞ സൂറത്തുണ്ട്, അത് ഓതി നോക്കുക. വനക്ഷിഫു മിൻഹൽ ആയാത്തില്ലത്തി ദുക്കിറ ഫീഹാ ഇന്ന വഅഖവാതുഹാ. ഇന്നയും ഇന്നൻ്റെ അഖവാത്തുകളും ഇന്ന അന്നാക അന്ന ലാകിന്ന ലൈത ലഅല്ല എന്നുള്ള അക്ഷരങ്ങളൊക്കെ വന്ന ആയത്തുകൾ ഉണ്ടോ നോക്കുക, നിരീക്ഷിച്ച് നോക്കുക. എങ്ങനെയൊക്കെയാണ് വന്നതെന്നൊക്കെ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. സൂറത്തുൽ മുജാദല എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക അതിലെങ്ങനെയൊക്കെയാണ് വന്നതെന്നൊക്കെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും നമ്മൾ പറഞ്ഞ പോലെ കണ്ടോളുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഇന്നൻ്റെയും അതിൻ്റെ ഇസ്മിൻ്റെയും ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഖബറിൻ്റെയും അതിൻ്റെ ഇടയിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പം അവിടെ നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്നൻ്റെ ശേഷമുള്ളതിനെന്തുണ്ട്, നമ്മൾ ഇവിടെ നെസ്ബ് കാണുന്നുണ്ട്, ഇവിടെ നെസ്ബ് കാണുന്നുണ്ട്, ഇവിടെ റഫൊക്കെ കാണുന്നുണ്ട്. ചിലപ്പം ആ ഖുർആനിൽ എല്ലായിടത്തും അങ്ങനെ കണ്ടോളണം എന്നില്ല. എന്നാൽ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. 1-2 ഉദാഹരണങ്ങൾ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്നല്ലാഹ സമീഉൻ ബസീർ എന്നുണ്ട് ഒരായത്തിൽ. അപ്പോൾ ഇന്ന എന്ന് വന്നിട്ടുണ്ടല്ലേ, ഇന്ന എന്ന് വന്നു, അതിന് ശേഷം ഇന്നൻ്റെ ഇസ്മ വന്നു, അതിന് നെസ്ബ് വന്നു, സമീഉൻ എന്ന ഖബർ വന്നു, അതിന് എന്ത് ചെയ്തു? റഫും വന്നു. അപ്പോൾ അത് നമ്മൾ ഒരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം ഇന്നല്ലാഹ ല ഗഫൂറുർ റഹീം എന്നുണ്ട് അല്ലേ. അവിടെയും അതാ ഇന്ന വന്നു, ഇന്നല്ലാഹ ഇന്നൻ്റെ ഇസ്മ വന്നു, ല ഗഫൂറുൻ അല്ലേ, റഫ് വന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നിരീക്ഷിച്ച് നോക്കിയാൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഖുർആനിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. ഇനിയുള്ളത് നമ്മൾ ഇവിടെ ഒരു സാധനമുണ്ട്, ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് പറയാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ പാഠം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉസ്താദ്മാരൊക്കെ എല്ലാ ദിവസങ്ങളിലും ചെയ്യാൻ പറ്റും. ഉസ്താദ്മാർ ഈ പല കാര്യം നിങ്ങളോട് ചെയ്യിപ്പിച്ചിട്ടെങ്കിൽ അപ്പോഴും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. എന്താണ്? നുഫർജിഖു സഫ ഫരീഖൈനി. നിങ്ങളെ ക്ലാസ്സുകളെ 2 വിഭാഗമാക്കി തിരിക്കുക. രണ്ടാമത് സുമ്മ യഖൂലുൽ ഫരീഖുൽ അവ്വലു. ഒന്നാമത്തെ വിഭാഗം പറയാം ജുംലത്തുൻ നിസ്മിയത്തൻ ഇസ്മിയായൊരു ജുംല, അതായത് മുബ്തദയും ഖബറുള്ള ഒരു കാര്യം പറയാം. വൽ ഫരീഖു സാനി. രണ്ടാമത്തെ വിഭാഗം എന്ത് പറയാ? യഖൂലു മുസ്തഅമിലൻ ഫീഹാ ഇന്ന വഅഖവാതിഹ മഅ മുറാഅത്തിൽ ഇറാബ്. അപ്പം ഒന്നാമത്തെ ടീം എന്ത് പറയാം? മുബ്തദയും ഖബറുള്ള ഇസ്മു പറയാം. രണ്ടാമത്തെ ടീം അതിലെന്ത് ചെയ്യുക? ഇന്നൻ്റെ ഇസ്മു ഖബറൊക്കെ ചേർത്ത് ഇന്നയും അതിൻ്റെ അഖ്വാത്തുകളൊക്കെ ചേർത്ത് ഇറാബൊന്നും തെറ്റിക്കാതെ പറയാന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ട സാധനം ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ ഒരു ഭാഗം, ഒരു വിഭാഗം ആളുകൾ പറയുന്നു. ഇപ്പോൾ ഒരാൾ പറയാണ് അള്ളാഹു ഗഫൂറുൻ എന്നൊരു വിഭാഗത്തിലുള്ള ആൾ പറയുമ്പം മറ്റേ വിഭാഗത്തിലുള്ള ആൾ ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറയാം. ഒരാൾ അള്ളാഹു അൽ ഇൽമു നൂറുൻ എന്ന് പറയുമ്പം മറ്റേ ആൾ ഇന്നൽ ഇൽമു നൂറുൻ എന്ന് പറയാം. ആ രൂപത്തിൽ പറഞ്ഞ് പരിശീലിക്കാനുള്ളൊരു വർക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്ത് നോക്കുക. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്?
എന്താണ് അല്ലാഹു ഗഫൂറുർ റഹീം എന്നുണ്ട്. അപ്പോൾ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന് മറ്റൊരാൾ പറയുന്നു. അപ്പോൾ മറ്റേ ഉദാഹരണത്തിൽ ഇവിടെ അൽ ഇൽമു നൂറുൻ, അങ്ങനത്തെ ഓരോ ഉദാഹരണങ്ങൾ എനിക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പറയാം. അതുപോലെ മറ്റേ ആൾ ഇവിടെ ഇങ്ങനെ പറയാം. അപ്പോൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാണ്ട് പതിയും. അതിനു വേണ്ടിയുള്ള ഒരു വർക്കാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഒരാളെ കൂട്ടിയത് ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്.